ഹലോ ഫ്രണ്ട്സ്, ആക്ച്വലി ജീവ വിഷ്ണു റെസ്റ്റോറൻറ്റ്സ്, എന്നിട്ട് VSP ആൻഡ് PSP വേൾഡ് ഫുഡ് കോർട്ട് തുടങ്ങിയ സമുച്ചയത്തിനും ഹോട്ടൽ ഡി വൈറ്റ് ഹൗസ് തുടങ്ങിയതിനും കൂടെ ചേർന്നിട്ടുള്ള 31,000 സ്ക്വയർ ഫീറ്റ് ഹോട്ടലിലേക്ക് ഏവർക്കും സന്തോഷപൂർവ്വമായി സ്വാഗതം ചെയ്യുന്നു. അതായത് തൊഴിലാളികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1,070 ആയിരുന്നെങ്കിലും 1,200 പേരെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പലർക്കും പല ശമ്പളമാണ്. അതായത് സപ്ലയേഴ്സ്, ക്ലീനേഴ്സ് തുടങ്ങിയവർക്ക് മിനിമം 8,000 രൂപ ശമ്പളം. അതേ കണക്ക് തന്നെ അവർക്ക് ടിപ്പും കിട്ടുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ക്ലീനേഴ്സിന് കിട്ടില്ല, പക്ഷെ സപ്ലയേഴ്സിന് കിട്ടും. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വെച്ചാൽ അവർക്ക് ടിപ്പും കിട്ടുന്നതായിരിക്കും. ശമ്പളത്തിന് അത്ര തന്നെ ടിപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നീട് ബേസിക്കലി ഈ പറയുന്ന ട്രേഡിംഗ് ആയിട്ടുള്ള സിഗരറ്റ് കൊടുക്കുന്നത്, മിനറൽ വാട്ടർ കൊടുക്കുന്നത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഷോപ്പുകാർക്ക് വെച്ചിരുന്ന ശമ്പളം അവർക്ക് 12,000 രൂപ, അതായത് ഒരു മാസം. പിന്നീട് കുക്കന്മാർക്ക് 30,000 രൂപ തൊട്ട് 50,000 രൂപ റേഞ്ച് ചെയ്യും. ഉണ്ടാക്കുന്ന സാധനം കണക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 30,000, നിങ്ങൾക്ക് മട്ടൺ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 50,000, നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് 30,000. ഇതാണ് റേറ്റ്. അപ്പോൾ കട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുമുള്ള ആൾക്കാർ വേണം. അതിനു വേണ്ടിയാണ് ഈ 1,200 ആൾക്കാരെ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിഷ്ണു അവിടെ ശ്രീനിവാസ ആർക്കേഡുള്ള 13,600 സ്ക്വയർ ഫീറ്റിൽ 3,600 സ്ക്വയർ ഫീറ്റ് മാത്രമേ വേറെ കമ്പനികൾക്ക് റെന്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ 10,000, പിന്നീട് 14,000, പിന്നെ ഇവിടെയുള്ള 12,000, അപ്പോൾ അത്ര 26,000. 26,000ൻ്റെ കൂടെ 5,000 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ, അതും കൂടെ ചേർത്താണ് 31,000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ ഈ നേരത്ത് ടോട്ടലായിട്ടുള്ള ബിസിനസ് സമുച്ചയമാണ്. സൊമാറ്റോ, സ്വിഗ്ഗി, സെപ്റ്റോ, ബാക്കിയുള്ള ക്രഫ്കോ, ഇങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൂടാതെയാണ് ഈ പറയുന്ന ഫുട്ഫോൾസിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. അപ്പോൾ അത് ഈ ഇനിഷ്യലൈസ് ഉദ്ദേശിക്കുന്നത് ജൂൺ 4th. ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം May 4th, 5th, 6th നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ. May 4th ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മഴയുടെയും കൺസ്ട്രക്ഷൻ്റെ സ്ലോനെസ്സും ഇടയ്ക്ക് 3 ദിവസം പോയി, നാളെയും പോകുന്നു. നാളെ വിഷുവാണ്. ഇന്ന് നടന്നില്ല, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ ശനിയാഴ്ച മഴ ആയതുകൊണ്ട് നടന്നില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അങ്ങനെ ഡിലേ വരും. ഓക്കെ, അവൻ നേരത്ത് ഇറ്റ് വിൽ ബി 24 hours. 24 hours ഓപ്പൺ ആയിരിക്കും. പിന്നീട് ഇവിടെ VSP റീജൻസിയിൽ ഹോട്ടൽ ഡി വൈറ്റ് ഹൗസിൽ ബുഫേ ആണ്. ബുഫേ ഉണ്ട്. ബുഫേ നിങ്ങൾക്ക് വൻ ഓഫറായിരിക്കും. ഉച്ചക്കത്തെ ബുഫേ ജസ്റ്റ് 1,200 rupees. നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കിട്ടും. കാരണം അവിടെ VSP ആൻഡ് PSP വേൾഡ് ഫുഡ് ചെയിനിൽ ഉള്ളതെല്ലാം ജീവ വിഷ്ണു റെസ്റ്റോറൻറ്റ്സിൽ കിട്ടും. കാരണം വെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം ബുഫേക്ക് കാണും. അവിടെ 100ഓളം കിയോസ്ക് ഉണ്ടെന്ന് ആലോചിക്കുക. അതെല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1,200 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിള്ളേർക്ക് 750 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതിൻ്റെ ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്. എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതാണെങ്കിൽ രാത്രിയുള്ള ബുഫേ അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ്. 2,000 രൂപ. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ 1,500 രൂപ. അത് അങ്ങനെ വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ രാത്രിയും കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ, കുറച്ചുകൂടെ സ്ട്രീറ്റ് ഫുഡുകളുള്ള കാര്യങ്ങൾ, സീ ഫുഡ്, മീറ്റുകൾ, സീ ഫുഡ് ഓഫ് ഓൾ ക്വാളിറ്റീസ്, പ്രോൺ, ഫിഷ് ഓഫ് അമുർ, ആവോലി, അതായത് പിന്നെ പോംഫെറ്റ്, ചൈനീസ് പോംഫെറ്റ്, ചൈനീസ് വൈറ്റ് പോംഫെറ്റ്, ചൈനീസ് ബ്ലാക്ക് പോംഫെറ്റ്, അതേ കണക്ക് തന്നെ അമുർ, പിന്നീട് സർഡൈൻ, മാക്കറൽ, പിന്നെ ട്യൂണ, സിയർ ഫിഷ്, കിങ് ഫിഷ്, പിന്നെ ഏറ്റവും വലിയ ഇതായിട്ട് പറയുന്ന ഗംഗയിൽ കിട്ടുന്ന മാത്രം ഉള്ളൊരു ഫിഷുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. റിവർ ഫിഷ് അതുവരെ കൊണ്ടുവരും. എല്ലാം ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ. പിന്നീട് വെളിയിൽ നിന്ന് ഒമാനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചാള, അതായത് ഒമാൻ സാർഡൈൻ, പിന്നീട് സൗദിയിൽ അവർ പിടിക്കുന്ന മീൻ എല്ലാം കിട്ടുന്നതായിരിക്കും. അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വയറ് നിറയും.
നിങ്ങളുടെ പൈസ മുതലാവും. പിന്നെ ഐസ്ക്രീം ഓഫ് ഓൾ വെറൈറ്റീസ്, ചോക്ലേറ്റ്, സ്ട്രോബെറി, പിന്നെ ബട്ടർ സ്കോച്ച്, പിന്നെ പിസ്ത, അതേ കണക്ക് തന്നെ ബാക്കിയുള്ള എന്താണ് ബാക്കിയുള്ളത്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കസാട്ടയ്ക്കകത്ത് നിങ്ങൾ കാണുന്ന ആ 4 നിങ്ങൾ കഴിക്കാം. ഓഫ് കോഴ്സ് അതുകൂടാതെ പിള്ളേർക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നതായിരിക്കും, കോമിക്സ് കൊടുക്കുന്നതായിരിക്കും, പുസ്തകങ്ങൾ കൊടുക്കുന്നതായിരിക്കും. സ്കൂൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ അവർക്ക് പുസ്തകങ്ങൾ, കിറ്റുകൾ, ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ. പിന്നീട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, പണ്ട് നമുക്ക് ആന ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ ഒരു കുട്ടിയാന എൻ്റെ മോളുടെ പേരിൽ ഉള്ളൊരു കുട്ടിയാന, അക്ഷിത എന്ന് പറഞ്ഞൊരു കുട്ടിയാന, ആദിത്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാന. അവിടെ 2 പേരുടെ വയസ്സനുസരിച്ചുള്ള ആനകൾ, ആ പിള്ളേർക്ക് ഷൂട്ടിംഗ് ഫോട്ടോ സെഷനൊക്കെ എടുക്കാം. അതിന് ഫോട്ടോഗ്രാഫ് എടുക്കുന്നതിന് വേണ്ടിയുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രം എടുക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികൾ മാത്രം എടുക്കുന്നതിന് വേണ്ടി 250 രൂപ, പാരൻസിന് ടോട്ടൽ ഗ്രൂപ്പ് ഫാമിലി ആയിട്ട് എടുക്കുന്നതിന് 400 രൂപ. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഫുൾ പ്ലേയിങ് ആക്ടിവിറ്റീസ് ആയിരിക്കും, ഫുള്ളി ഫില്ലറ്റ് ആയിരിക്കും. 6 ടവേഴ്സ് ഉണ്ടാവും, മാക്സിമം 8 ടവേഴ്സ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നേരത്ത് ലൈറ്റിൻ്റെ ഒരു ടോട്ടൽ ഐര് കളിയായിരിക്കും. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ബീം ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. ഫ്രണ്ട് ലൈറ്റ് ഫ്രം ആസ് ഹൈ ആസ് 36 ഫീറ്റ് മേളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ടാവും. ആ ടവറിൽ നിന്ന് ഫുള്ളി ലിറ്റ് കോമ്പൗണ്ട്. നിങ്ങളുടെ ആൺപിള്ളേരും പെൺപിള്ളേരും നല്ല രീതിയിൽ ഇടപെടുന്നവർക്ക് നല്ല രീതിയിൽ ഇടപെടാം. പെൺപിള്ളേരെ ആർക്കും അന്വേഷണം തോണ്ടാനോ പിടിക്കാനോ, ഫാമിലിയിലുള്ള പെൺപിള്ളേരെ തൊടാനോ പിടിക്കാനോ അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല. ബൗൺസസ് ഉണ്ടാവും. ഒന്നത് എക്സ്പെൻസീവായിട്ടുള്ള ആരെങ്കിലും കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോകുന്നവരെ അതെല്ലാം QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ടേ ഉള്ളൂ, ടോക്കണൈസ് ചെയ്താണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അത് ഫസ്റ്റ് ഓഫ് ഓൾ കയറിയിരുന്നു. പിന്നെ അഥവാ ഏതെങ്കിലും ഒരാൾക്കൊരു ചായ, ഒരു 12 രൂപയുടെ ചായ കുടിക്കാൻ ആണ് മിനിമം ഉള്ളത്, ആ ചായ കുടിക്കാൻ ഒരാൾക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു ലീവ് വെച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പിലായാലും എല്ലാത്തിനും ഒരു മോഷണം, സൂപ്പർ മാർക്കറ്റിലായാലും ഒരു മോഷണത്തിന് വേണ്ടി അവർ 10% മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം തൊഴിലാളി തന്നെ അടിച്ചു മാറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അതിന് നേരത്ത് നമുക്ക് 1000 രൂപയാണ് ആവശ്യം. അപ്പം വേറെ ഡെപ്പോസിറ്റ് വേരി. 12,000 സാലറി ഉള്ള ആൾ ഏകദേശം 50,000 രൂപ കോസ്റ്റ് ഡെപ്പോസിറ്റ് തന്നേ പറ്റൂ. പക്ഷെ കോസ്റ്റ് ഡെപ്പോസിറ്റിന് പലിശ കിട്ടും കേട്ടോ. അതെന്ന് പറഞ്ഞാൽ 11.5% പലിശ കിട്ടും വർഷം. അത് ആ പറയുന്ന മാസം കൊണ്ട് പേയ്മെന്റ് കൊടുക്കും. അല്ലെ വർഷാവസാനം കൊടുക്കുന്നെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അത് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ 12,000 രൂപയുള്ള ആൾ 50,000 രൂപ ശമ്പളം, അതേ കണക്കിന് 15,000 രൂപ ശമ്പളമുള്ള ആൾക്ക് ഒരു മാസം ഒരു കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 80,000 രൂപ. അതേ കണക്ക് തന്നെ 20,000 രൂപ ശമ്പളം ഉള്ളവർക്ക് ഏകദേശം ഒരു 1,25,000 രൂപ. അങ്ങനെ 25,000 രൂപ കിട്ടുന്നവർക്ക് ഏകദേശം 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നത്. അതായത് 3 ലക്ഷം രൂപ ശമ്പളം, അതായത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1000 രൂപ വെച്ച് കിട്ടുന്നവർ, 30,000 രൂപ വെച്ച് കിട്ടുന്നവർ 3.6 ലക്ഷമായി അവർക്ക്. അവർ മിനിമം ഒരു 3.6 ലക്ഷമോ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഓവറിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി വെട്ടിടുവാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ റിട്ടേൺസും കിട്ടും, ശമ്പളവും കിട്ടും, പിന്നീട് ഇൻസെൻറ്റീവും കിട്ടും. നമ്മുടെ സ്ഥാപനം പുരോഗമിക്കും തോറും നിങ്ങൾക്ക് എല്ലാം ബെനിഫിറ്റാണ്. കാരണം ഞാൻ ഈ പ്ലഗ് ഇൻ ചെയ്യുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു 10% തിരിച്ച് നമ്മുടെ ജോലിക്കാർക്ക് തന്നെയാണ് പോകുന്നത്. ശമ്പളവും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ശമ്പളം, ഇൻസെൻറ്റീവ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ്, ഇത്രയും റിട്ടേൺസ് തന്നിട്ടാണ് ആഹാരത്തിൻ്റെ കോസ്റ്റും എല്ലാം എടുത്തു കറണ്ട് ബാക്കി കുന്തോലെ കഴിച്ചാക്കി ബാക്കിയുള്ള പ്രോഫിറ്റിൽ അതിൽ 10% വീണ്ടും ഇൻസെൻറ്റീവായിട്ട് തരും കേട്ടോ. അതാണ് അത് ഓരോ മാസമായിട്ട് കൂടുമ്പോൾ. ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി, സൊമാറ്റോ, സെപ്റ്റ വഴിയാണ് കൂടുന്നതെങ്കിൽ നമ്മൾ ആപ്പ് ഒരെണ്ണം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുവഴി വെൻഡർ ബോയ്സ്, അതുവഴി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പയ്യന് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗിഫ്റ്റ്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഫോർ എക്സാമ്പിൾ തന്നെ 30 ദിവസം കൊണ്ട് അവന് ഒരു 30,000 300 ഓർഡർ ചെയ്തു. 30 ദിവസം കൊണ്ട് 300 ഓർഡർ ചെയ്തു. ഒരു വർഷം കൊണ്ട് 3,600 ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു പയ്യനാണെങ്കിൽ
അവന് എക്സ്ട്രോണ്ടറി ലിമിറ്റ് വയ്ക്കും, ടാർഗറ്റ്. മനസ്സിലായോ? അതാണ് കാര്യം. എന്നാൽ അവർക്ക് മാർക്കറ്റ് ചെയ്യാം, ദേ ക്യാൻ ബി പാർട്ട് ഓഫ് ദ തിങ് ഓൾസോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേട്ടോ? താങ്ക് യു സോ മച്ച്.